സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കായ് ഗെയിമിംഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഞാൻ ഫ്രീ ഫയർ കളിച്ച കുറച്ച് മാച്ചിൻ്റെ ഭാഗങ്ങളാണ് ഗൈസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കളി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്താലും മതി. വേറെ ഗെയിം വല്ലതും കളിക്കണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി അതിനകത്ത് ഗെയിം പ്ലേ ഇടുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ ടു ദ ക്ലിപ്സ് ഗൈസ്. സോ ഗൈസ്, നമ്മൾ ഇവിടെ ഡെൽറ്റയിൽ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ലൂട്ട് അടിച്ചിട്ട് നേരെ എനിമി ഉണ്ട് ഇവിടെ. ഞാൻ കണ്ടാണ് സ്ലാങ്ങറി, അതുകൊണ്ട് നമ്മൾ ഇനി നോക്കാം. ദാണ്ടടിച്ചേ ഇതൊക്കെ കവർ പോയിട്ട് നമുക്ക് അവനെ അടിക്കാം. റഷ് ചെയ്യണോ വേണ്ടെന്ന് എന്തോ ഒന്ന് പൊട്ടിയാണ്. അപ്പോൾ അവന് കുറച്ച് ഡാമേജ് കാണും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല അത്രയാണ്. അവൻ റഷ് ചെയ്യുവാണ്. അപ്പോൾ അതൊക്കെ നോക്കാം. നന്നായിട്ട് കയറി വേണം. എബിലിറ്റി ഒക്കെ ഉപയോഗിച്ച് കഴിച്ചു. അവൻ റഷ് ചെയ്യണം. അടിച്ചിട്ടുണ്ട് കഴിച്ചു. അവൻ പോലും എത്തി. അവൻ മറ്റെടുത്ത് ഗ്ലൂ വാളിലൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ അറിഞ്ഞു പോലില്ല. അതാണ് കഴിച്ചു പവറേ. സോ ഗൈസ്, എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ എനിമി ഉണ്ടെന്ന്. കാരണം ഈ സാധനം ഇരുന്ന് തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിമിയാണ് നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് പോയി, ഇവിടെ ഇല്ല. അപ്പോൾ തിരിഞ്ഞു പോയിട്ടൊന്ന് നോക്കാം. ചിലപ്പോൾ കണ്ടാലോ, പിന്നെ ദൂരത്തായിരിക്കും. താണ്ടെ കിട്ടി. തോമസം മാറ്റിയിട്ട് പറ്റിയില്ല. അവൻ ഇറങ്ങി, അതായിരുന്നു വേണ്ടി. എനിക്ക് സ്പീഡിൽ പോവായിരുന്നു അങ്ങോട്ട് വേണമെങ്കിൽ എസ്കേപ്പ് അടിക്കാൻ വേണ്ടിയിട്ടാലും. പക്ഷേ ഇവനങ്ങനെ പറ്റത്തില്ലായിരുന്നു. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണോ അതോ അവൻ കാണാത്തോണ്ടാണോ അവൻ ആരെയും അടിച്ച്. പക്ഷെ നമ്മക്കല്ല കൊണ്ടത്. പിന്നെ അങ്ങോട്ട് ചെന്ന് നോക്കാം. മുളുകളിട്ടിട്ട് പതുക്കെ പോവാം. അവൻ ചാടി അവൻ ഓടുവാണ്. നമ്മളവനെ ഓടിച്ചിട്ടൂടി. എങ്ങനെയൊക്കെ പോയാലും കില്ല് വിടത്തില്ല നമ്മൾ. അവൻ അടിക്കുന്നുണ്ട് ചെറുതായിട്ട്, പക്ഷേ ഡാമേജ് ഒന്നും അങ്ങനെ കിട്ടിയില്ല. പാവം ചേർന്ന് അണ്ട അതിട്ടടിച്ച് ഉന്നം പോലും ശരിയില്ല. ഹെഡ് കൊടുത്തിട്ടുണ്ട്. അവൻ പേടിച്ചിട്ട് ലിമിറ്ററൊക്കെ ഇട്ട് നമ്മൾ വിടത്തില്ല. എന്തൊക്കെ പറഞ്ഞാലും വിടത്തില്ല. ഈ കയറി അടിക്കാൻ നമുക്ക്. ഇവനെ അടിച്ചത് സോണിയൊക്കെ ഇട്ടു, പക്ഷെ കാര്യമില്ല. കാരണം നമ്മളവിടെ നിന്ന് മാറി. അവൻ അടിക്കാനില്ല. അത് കണ്ടപ്പോൾ അവന് മറ്റേ അവൻ കയറാനും നോക്കിയില്ല. ഞാൻ എന്നിട്ട് നോക്കി ഇനി ഇവൻ ഇങ്ങോട്ട് വരുമെന്ന്. അതിനേരം മണ്ടക്കൂട്ട് നോക്കി ദാണ്ട വരുന്നു. അവിടെ തന്നെ വരുന്നു. എന്തിനാണ് പുള്ളി ഒരു വെഞ്ച് എടുക്കാന്നൊക്കെ പറഞ്ഞു വന്നതാ. കിട്ടിയില്ല. ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇട്ടു കൊടുത്ത്. അവനെ ബീറ്റൊക്കെ ഉപയോഗിച്ചാൽ അതിൻ്റെ ഡാമേജ് കിട്ടുമായിരുന്നു. അതുകൊണ്ട് എന്നിട്ട് എറിയാനൊക്കെ നോക്കുന്നു. ഷൂറൊക്കെ വെച്ചിട്ട് കാര്യമില്ല. നമ്മളോടാ കളി. അതുകൊണ്ട് നേരെ നോക്കി അതിപ്പോൾ ഷുറക്കൻ എടുത്തോണ്ടൊക്കെ എറിയാനൊക്കെ നോക്കി. കാര്യമില്ല. കൊന്നു. അത്രേ ഉള്ളു. നമുക്കിനി മണ്ടയ്ക്ക് കയറി നോക്കാം ആൾക്കാരൊക്കെ ഉണ്ടോന്ന്. ദാണ്ട കയ്യിലെടുത്തേ വേറൊരുത്തനങ്ങ് ഓടിപ്പോയി. ഇവൻ്റെ പുറകിന് പിടിക്കും. ഇവനെ ഓപ്പണിൽ ഇനി അകത്തോട്ട് വന്നിട്ടിറക്കി ഇവനെ കണ്ണടിച്ചല്ലേ പുറകിന്. കാരണം അങ്ങോട്ട് കൊണ്ട ഇവന് ഓടുവാണ് ഗൈസ്. ഓടിച്ചിട്ടല്ലോ, ഒരു സംശയമില്ല. ഓടിച്ചിട്ടല്ലോ, അത്രേ ഉള്ളൂ. നോക്കാൻ കയറിയതിന്. അതുകൊണ്ട് ഇപ്പോഴും ആരൊക്കെയോ പോകുന്ന സാധനമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഗൈസ്. കുമ്മനെടുത്ത് ഗൈസ്. അതുകൊണ്ട് കുമ്മനെടുത്തേക്കുന്നത്. ഇവനെ കൊന്നിട്ടേ ഉള്ളൂ. പിന്നെ കുമ്മനെടുക്കണം. കൊന്നു ഗൈസ്. പുള്ളി അറിഞ്ഞാണല്ലേ, പുള്ളി ലൂട്ടെന്നൊക്കെ പറഞ്ഞു വന്നായിരിക്കും. എന്തോരോ അടി അടിച്ചു മറ്റേ കുമ്മനെടുക്കണം. ആണില്ലാത്തമാര്. ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവനെ കൊന്നിട്ടുണ്ട്. പുറത്തൊന്ന് നോക്കാം ഇനി ആരെങ്കിലും ഒക്കെ ഉണ്ടോ. അതുകൊണ്ടായി സുഹൃത്തം വരുന്ന കൈസ്. ഇതൊക്കെ വെച്ചടിച്ച് നോക്കാം. നല്ല ഇവനെന്താ ചാവാത്ത നല്ല ഡാമുണ്ടല്ലോ. അതുകൊണ്ടിപ്പോൾ കയറുന്നില്ല. എന്തില്ല മണ്ടയ്ക്കിറങ്ങിയെന്ന് തോന്നുന്നു. എബിലിറ്റി കിട്ടുമ്പോൾ ചിലപ്പോൾ ചാവും. ലക്കുണ്ടേ ചാവും. ചത്ത്. അപ്പോൾ ആ ക്ലിപ്പ് അവിടെ തിരികെയാണ് ഗൈസ്. നമ്മൾ അടുത്ത ക്ലിപ്പിലോട്ടാണ് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ എനിമി മറ്റേ സിബ്ലൈൻ പോലത്തെ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അത് കാരണം ഞാൻ ഇങ്ങോട്ടങ്ങ് തിരിച്ചാണ് വേണ്ടി. അതിപ്പോൾ കണ്ട് ഇടിക്കാൻ നോക്കി, പറ്റിയില്ല. എബിലിറ്റി ഉപയോഗിച്ച് 30 ഡാമേജ് കൊടുത്തിട്ടുണ്ട്. കവറിൽ പോയി ഗൈസ്.
കയറി അടിക്കും, ഒന്നുമില്ല, ഒരു സംശയമില്ല, കയറി അടിക്കും. ആണ്ട ഗ്ലൂ വാളിൻ്റെ പറയും. ഇവൻ എന്തിനാ ഗ്ലൂ വാളിൻ്റെ അതുകൊണ്ട് വേറെ എന്തൊക്കെയോ വെച്ചിട്ടുണ്ട് അവൻ. അറിയുന്നില്ല പുള്ളി അതുവരെ വരുന്നത്. തലക്കിട്ട് പൊട്ടിച്ച് ചോദ്യമില്ല, പൊട്ടിച്ച്. സോ നമ്മളിങ്ങനെ അടുത്ത ക്ലിപ്പാണ്. ആണ്ട ഇവിടെ എനിമിയൊക്കെ ഉണ്ട്. ഇവിടെ അടിച്ച് ഇവിടെ ഒരു എനിമിയല്ല, 2, 3, 4 എണ്ണം ഉണ്ട്. 3rd പാർട്ടി, 4th പാർട്ടി, 5th പാർട്ടി ഒക്കെ ആയിരുന്നു. കില്ലെൻ്റെ പിന്നെയും പോയി. ഇവൻ്റെ കുമ്മനെടുക്കാൻ നോക്കി ഞാൻ, പക്ഷെ പറ്റിയില്ല. അവൻ നല്ലോണം തോന്നി. അവളതിന് കുമ്മനെടുക്കാൻ ഞാനിപ്പോൾ ചത്തേ. ഇവിടെ നല്ലോണം കൊടുത്തിട്ടുണ്ട്. കയറി ചെല്ലാം ഉണ്ട്. ഇവനെ കാണുന്നില്ല, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. ഇവൻ അനങ്ങിയില്ല, ഞാൻ അറിയത്തില്ല. ഇവൻ മറ്റേ എബിലിറ്റി ഇട്ടേക്കുവാണ്. ഞാൻ എബിലിറ്റി ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ എബിലിറ്റി ഇട്ട് അവന് അത്യാവശ്യം ഡാമേജും കിട്ടി. അടിച്ചു നോക്കാം, പറ്റിയില്ല. അവൻ ഈ ഐറിസൊക്കെ ഇട്ടുകൊണ്ട് മാഗടിക്കാന്ന് ഞാൻ മാറിക്കൊടുത്തു. പുള്ളിച്ചമ്മി കൈ, പുള്ളിച്ചമ്മി വലിയ പ്രതീക്ഷ കയറി വന്നത് ഒന്നും നടന്നില്ല. അപ്പോഴത്തേക്ക് ഈ ഇടയൊക്കെ കണ്ടിട്ട് വേറൊരുത്തൻ കാറും കൊണ്ടുവരുന്നു, മോശം ട്രക്കുമായിട്ട്. ഞാൻ മാറി, അടി കിട്ടിയാൽ തീർന്നു. അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് അവനെ ഇടിയാണ്. പക്ഷെ നോക്കിയപ്പോൾ അവൻ ഇറങ്ങി, എന്താത്തിനാണെന്ന് അറിയത്തില്ല. വണ്ടി എടുത്ത് അടിച്ചാൽ ഞാൻ പിന്നെ വണ്ടിയിലാണെന്ന് വിചാരിക്കുന്ന ഷൂട്ട് ചെയ്തു. നോക്കിയപ്പോൾ സൈഡിൽ നിന്ന് പുള്ളി എബിലിറ്റിക്ക് ഉപയോഗിച്ചു മറ്റേ തീ കത്തുന്നത്. നമ്മൾ നേരെ റഷ് ചെയ്യാണ്. ഒരിതില്ല, അവൻ്റെയും തല അടിച്ച് പൊട്ടിച്ച്. ഒന്നുമില്ല, കാണുന്നവരുടെ തല അടിച്ച് നമ്മൾ പൊട്ടിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ വന്നേക്കുന്ന അടുത്ത ഗെയിം പ്ലേയിലോട്ടാണ്. നമ്മൾ മുമ്പ് കണ്ട ഫുൾ ഇതും ഒരു മാച്ചിലായിരുന്നു. ഇതിപ്പോൾ അടുത്ത മാച്ചിലെയാണ് കാര്യം. അതുകൊണ്ട് മണ്ടയ്ക്ക് എനിമിരിക്കുന്നത് ഞാൻ കണ്ട്, ഓൾറെഡി കണ്ടായിരുന്നു. അപ്പോൾ അവൻ വരെ അടിച്ച് ഒരുത്തനെ അത്യാവശ്യം ഡാമേജ് ഉണ്ടായിരുന്നു, അവനെ അടിച്ച്. നമുക്ക് അങ്ങോട്ട് പോവാം. അതുകൊണ്ട് അടിക്കുന്ന സ്പീഡ് കാണാത്തടുത്ത് നമുക്ക് അടിക്കും. ഇറങ്ങാൻ കാരണം എന്തായാലും ഇപ്പോൾ ഒരു എബിലിറ്റി ഉണ്ട്, കാരണം തിരിഞ്ഞടിക്കുക. അടിച്ച് പക്ഷെ ഒത്തിരി ഡാമേജ് ഇല്ല. ഓരോന്നിട്ട് ചുമ്മാ ഇരുന്ന് അടിക്കുക. ഇവന്മാർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു ഓരോന്നിട്ട് ഇതൊക്കെ വരുമെന്ന്. നോക്കാം. പുറകിൽ നിന്ന് വന്ന ശേഷം അവൻ കറങ്ങിയൊക്കെ വരുന്നു. അവൻ്റെയും തല അടിച്ച് പൊട്ടിച്ച്. എല്ലാവരും തല അടിച്ച് നമ്മൾ പൊട്ടിക്കത്തുള്ളൂ. എന്നിട്ടത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ കില്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇത് നോക്കി. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഷെറിങ്ങാണ് കയറ്റി. അപ്പോൾ ഞാൻ അറിയാൻ വേണ്ടി ആ ഷെറിങ് ഉണ്ട്. അപ്പം ആ ഷെറിങ് മരുന്ന് വെച്ച് ഞാൻ അറിയാൻ വേണ്ടി അങ്ങനെ ടെൻറ്റിൽ കയറി. ഇല്ല, അവിടെ ഇല്ലായിരുന്നു. ആണ്ട നടക്കുക. പുള്ളി അറിയുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നത്. പിന്നെ ബോഡി കൊടുത്ത് മാത്രം അങ്ങ് തീർത്ത്. ഈ മാച്ചിൽ പിന്നെ ഇങ്ങനെ ഇടവിട്ട കില്ലൊക്കെ കിട്ടി. അതൊന്നും ഒരു ഫുൾ ഇതായിട്ട് നോക്കാൻ പറ്റില്ല. അതിനിവിടെ വന്നപ്പോൾ കാറ് കണ്ടു. എന്നിട്ട് ഞാൻ ഇവൻ്റെയും കൂടി അറിയാൻ വേണ്ടി ഇവൻ എന്നെ കണ്ടോന്നറിയാം. പക്ഷേ ഞാൻ എന്നാലും ഷെറിങ് കിട്ടുമായിരുന്നു. ഞാൻ കയറി ചെന്ന് നമുക്ക് ദാണ്ടിരിക്കും, ദാണ്ട വരുന്നു. ഹോം റിട്ട് അവൻ്റെ വിളിക്കാൻ ഞാൻ അവൻ്റെ തൊട്ടും കിട്ടും. ഞാൻ കറങ്ങി ചെന്ന് അവിടെ നിന്ന് അടിക്കാമെന്ന് വിചാരിച്ചപ്പം അവിടെ വഴിയില്ല. അപ്പോൾ ഞാൻ പുറത്തു നിന്നൊന്ന് അറിയാം. പുള്ളി ഗ്ലൂകളൊക്കെ ഇട്ട് ഭയങ്കര. എന്നിട്ട് ഞാൻ പിന്നെയും ഷെറിങ് ഉപയോഗിച്ചു. ഒന്ന് സ്ലോ ആക്കാന്ന് പറയാം. എന്നിട്ട് എടുത്തിട്ട് ഹോം ഇടുന്നതിന് മുമ്പ് എന്നെ അവൻ്റെ തല അടിച്ചു പിടിച്ചത്. അവൻ്റെ എബിലിറ്റിയുടെ ആവശ്യം പോലില്ല. പിന്നെ ഞാനിങ്ങനെ സോൺ കയറി വന്നു. കയറിയാണ് ഇപ്പം വേണ്ട അടി കണ്ടാറിന് ഇങ്ങോട്ട് വന്നതാണ്. ഈ പുള്ളിയുടെ ഇതൊക്കെ എബിലിറ്റിയൊക്കെ എടുത്ത് നോക്കി. സത്യം പറയല്ലേ, പുള്ളി അതിൻ്റെ പുറകെ ഇരുന്ന് ഞാൻ അറിഞ്ഞില്ല. പുള്ളി അത്യാവശ്യം ഇത് വെച്ച് ഹെഡ് അങ്ങനെ കയറി തീർന്ന അമ്മാതിരി മാച്ചായി. അപ്പം നല്ല ഡാമേജും തന്നു. ജോട്ട ഉള്ളതുകൊണ്ടാണ് അവിടെ കുറച്ചും കൂടി കാണിച്ചത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അതേപോലെ തന്നെ വേറെ ഇതിലോട്ട് പോയി. അതായത് സോൺ കയറിയും വന്ന് വേറെ അടിയിലോട്ടൊക്കെ ആയി. അപ്പോൾ നോക്കി ഇപ്പം സോണിൻ്റെ പുറത്ത് ഫൈറ്റ് പിന്നെ എടുക്കണം. പിന്നെയും കുമ്മി 2-3 മാറ്റിട്ട് മൊത്തം കുമ്മനാണ്. ശിവന്മാരുടെ മൊത്തം കില്ലും നമ്മളെ കുമ്മിക്കൊണ്ടിരിക്കുക. എൻ്റെ അടുത്ത് ഞാൻ അതങ്ങ് അടിക്കാനങ്ങ് പോയി 2 വിട്ട്. പക്ഷെ ഞാൻ ചമ്മി, കാരണം അവൻ ഗ്ലൂവോളം മാറ്റിയും പോയി. അവിടെ ഞാൻ ചമ്മി. പിന്നെ അവിടെ നിന്ന് പിന്നെ അവൻ ഓടി. അവസാനം ഈ സോണിൻ്റെ ഡാമേജ് അറിഞ്ഞ് ഞാൻ പിന്നെ പോകണ്ടെന്ന് തീരുമാനിച്ചു. അങ്ങനെ എനിക്ക് ഇറങ്ങി വേറെ വല്ലയിടത്തും പോയിട്ട് വേറെ വല്ലവനെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഹീലും മെഡിക്കിറ്റും എല്ലാം അടിച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ സോണിൻ്റെ സൈഡിൽ കൂടി പോയി. വേറെ സോണിലെങ്കിലും ആരെങ്കിലും ഉണ്ടൊക്കെയെന്ന് വിചാരിച്ചിട്ട് പിന്നെയും പോയി. ഞാൻ ഇങ്ങനെ വഴി കൂടിയൊക്കെ പോയിക്കൊണ്ടിരിക്കുക. സൈഡിൽ ചെറുതായിട്ട് കണ്ട് ഞാൻ ഇറങ്ങി അടിച്ച്. ഇറങ്ങി അത്യാവശ്യം നല്ലോണം ഡാമേജ് കൊടുക്കും ഗൈസ്. ബുക്കൊക്കെ ഉണ്ട്, അതിട്ടുകൊണ്ട് എന്നിട്ട് നല്ലോണം ഡാമേജ് കൊടുക്കും. പക്ഷേ ഇവിടെയും എൻ്റെ കുമ്മൻ പോകും ഗൈസ്. ഇവിടെ എൻ്റെ കുമ്മൻ അടിച്ചുകൊണ്ട് പോകും. എന്തോരം ഡാമേജ് ഈ കൊടുക്കുന്നത് സത്യം പറയാമല്ലോ ഗൈസ്. 199 ഡാമേജ് ഞാൻ കൊടുക്കുന്ന അവന്മാർ 1 ഡാമേജ് കൊടുക്കുന്ന വരെ. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് എടുത്താൽ വന്നായിരുന്നു അടിക്കാനൊക്കെ നോക്കി. പക്ഷെ അപ്പോഴത്തേക്കും ഞാൻ വണ്ടി എടുത്ത് ഓടിച്ച്, കാരണം ഹെൽത്ത് ഇല്ല. അപ്പോഴത്തേക്കും പുറകിൽ നിന്ന് അടിച്ച്. പിന്നെ വേറൊരുത്തൻ പുറകിൽ നിന്ന് അടിച്ച് അവനെയും കൊല്ലുന്നു. പിന്നെ അവനങ്ങ് എലിമിനേറ്റ് ആയാലും അവനെ എലിമിനേറ്റ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ ഞാനിവിടെ ഒരുത്തനെ പിന്നെയും കണ്ടു. അവനെ അടിക്കാൻ വേണ്ടി ഞാനങ്ങ് പോയി. പക്ഷെ എനിക്ക് പുറകിൽ നിന്ന് അടി കിട്ടിയെന്ന് തുടങ്ങി. അവൻ വണ്ടി ഇപ്പോൾ പൊട്ടിക്കുന്ന രീതിയിൽ അടിച്ച്.
പക്ഷെ ഞാൻ പിന്നെ ഹെൽത്ത് അടിച്ചിട്ട് പോയി, കാരണം എൻ്റെ മീശ ഉള്ള കാരണം എനിക്ക് ഡാമേജ് കിട്ടത്തില്ല ഗൈസ് അങ്ങനെ പെട്ടെന്ന്. അല്ല പിന്നെ AW പോലെ ഇങ്ങനെ വെച്ചടിക്കണം. വേറൊരു കാറ് കാരണം ഞാൻ ഈ കവർ എടുത്തിട്ട് ബാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആ കാർ എടുത്തവൻ്റെ ഗ്ലൂ ഉണ്ട് അവിടെ അടിക്കാൻ നോക്കി, പക്ഷെ അവൻ്റെയും എൻ്റെ കുമ്പം പോയെന്ന് തോന്നുന്നു. അല്ല അവനാ മറ്റേ ഇങ്ങനെ. പക്ഷെ മറ്റേ ലാസ്റ്റ് 3 പേരായിരുന്നു. മറ്റവൻ കില്ലെടുത്തു. മൂന്നാമത്തെ അവൻ സോണിൽ കയറി എലിമിനേറ്റ്. ഇവന് ഞാൻ നല്ലോണം ഡാമേജ് കൊടുത്തു. അപ്പം ഇവൻ മാത്രം ഉള്ളത് കണ്ടപ്പോൾ ഞാൻ കാറത്ത് നേരെ പ്രശ്നം സമയം കാണാൻ, കാരണം അറിയാം ഇവനെ ഉള്ള ലൊക്കേഷൻ അറിയാം. നേരെ കയറി ചെന്നു തോലക്കിട്ട് നല്ലോണം പൊട്ടിക്കുന്ന രീതിക്ക്. പക്ഷെ ഇവൻ ചത്തില്ല. പിന്നടിച്ചപ്പോഴാണ് ചത്ത്. പിന്നെ ഇനി ആ ഹൊറുജുലേനൊക്കെ ഇട്ടടിക്കാൻ നോക്കുന്നത്. നമ്മളങ്ങനെ ഈ മാച്ച് പോയി അടിക്കുക. കഴിഞ്ഞ മാച്ച് പറ്റിയില്ല, പക്ഷേ ഈ മാച്ച് നമ്മൾ അടിച്ചിരിക്കുകയാണ് ഗൈസ്. സോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റും ചെയ്യുക. വല്ല ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ ഇനി ഇതെല്ലാം എഡിറ്റിംഗ് ഒക്കെ കുറച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കും. അറിയാം ഇപ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവാണ്, ബെറ്റർ ആക്കാൻ നോക്കുന്നതായിരിക്കും ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. പിന്നെ ഇത് 2 മാച്ചുകളുടെ ഭാഗങ്ങളായിട്ടാണ്. അപ്പോൾ ശരി എന്നാ ഗൈസ്, ബൈ ബൈ.